കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്, തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരും വിഷയവും എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് തന്നെ വളരെ ആക്റ്റീവ് ആവുകയും അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവാവുകയും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇഷ്ടം കുറഞ്ഞു എന്ന് ഞാൻ പറയില്ല, പക്ഷെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാവുകയും ചെയ്ത ഒരാളാണ്. ഇഷ്ടം കുറഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഇഷ്ടം ഒരു വിഭാഗം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ മുഴുവൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതായിരുന്നു, സ്ത്രീകൾ കൊടുത്ത പരാതിയുടെ മേലായിരുന്നു. എന്നിരുന്നാൽ പോലും രാഹുലിനെ ഏറ്റവും കൂടുതൽ ഇന്നും സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു മന്ത്രിയായി നിയമസഭയിൽ ഇരിക്കേണ്ട മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം തന്നെ ആരോപണങ്ങളിൽ എത്ര സത്യമുണ്ട് എന്നുള്ളതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുലച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് കോൺഗ്രസിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ ജീവിതം തുലച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈയിടെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണെങ്കിലും സോഷ്യൽ മീഡിയകളിലാണെങ്കിലും എല്ലാത്തിലും രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ ആനുകാലിക സംഭവങ്ങൾ, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു, അവിടെ സർക്കാരിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അതിനകത്ത് വ്യക്തമായ കാരണങ്ങൾ നിരത്തിയിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് സർക്കാർ ഇത് ചെയ്തു, അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഇത് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന തീരുമാനങ്ങൾ, എല്ലാ സംഭവങ്ങളിലും കൃത്യമായ വ്യക്തമായിട്ട് ഓരോന്നും അടിവരയിട്ട് എണ്ണി പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇതിനെ പ്രതിരോധിക്കുന്നത് കാഴ്ചയും കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ ഒരു പാതയിലേക്കാണോ പോകുന്നത്? അല്ല, അതിന്റെ അകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കോൺഗ്രസ് എന്ന പാർട്ടി എടുത്താൽ, കോൺഗ്രസ്സുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എടുത്താൽ പ്രധാനമായി പറയേണ്ടത്, കോൺഗ്രസിൽ റിയൽ പൊളിറ്റിക്സും കൊണ്ടുവന്ന ആള് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സജീവമായി. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി ഒരു പോപ്പുലാരിറ്റി. പിന്നെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സജീവമായിരുന്നു. MLA ആകുന്നതിനും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നതിനൊക്കെ മുമ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും വലിയ പോസിറ്റീവായി ഞാൻ കണ്ടത്, കാര്യങ്ങൾ പഠിച്ച് എതിരാളിക്ക് ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പറയുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാനൽ ചർച്ചകൾ കേട്ടിരിക്കാൻ പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോടുണ്ടായ ഒരു സ്നേഹം എന്ന് പറയുന്നത് കേട്ടിരിക്കാൻ തോന്നുന്നു. കോൺഗ്രസ്സുകാർക്കെന്നല്ല എല്ലാവർക്കും രാഹുലിന്റെ സംസാരം, ചാനൽ ചർച്ചകൾ കേട്ടിരിക്കാനുള്ള ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിയൽ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് റിയൽ പൊളിറ്റിക്സും രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി തന്ന ആളും രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അതൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും എടുത്താൽ ഇവർ രണ്ടുപേരും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടുപേരാണ്. അബിൻ വർക്കി കുറച്ചുകൂടി റിയൽ പൊളിറ്റിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ റിയലും ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ് അബിൻ വർക്കി പല സമയത്ത്, ഇപ്പൊ നിലവിൽ MLA ആണെങ്കിൽ പോലും അബിൻ വർക്കി പല സമയത്തും തഴയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും അബിനെ തഴഞ്ഞിട്ടുണ്ട്. പക്ഷെ രാഹുൽ അങ്ങനെയായിരുന്നില്ല. രാഹുലിന് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയും സ്ഥാനങ്ങളും ഒക്കെ കിട്ടിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ആള് എന്ന് വേണമെങ്കിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പറയാൻ കഴിയും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ഇതിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. രാഹുലിനെ രാഷ്ട്രീയത്തിൽ ഇത്രയും ശോഭിക്കാൻ കാരണമായ രണ്ടുപേരെന്ന് ഒന്ന് ഷാഫി പറമ്പിലും V.D. സതീശനുമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്നത്. അപ്പൊ പാർട്ടി എടുത്തൊരു നിലപാടുണ്ട്. ഇന്ന് വരെയും കോൺഗ്രസ് പാർട്ടി ഇത്രയും ആർജവമുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ല. അത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു, പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു നടപടി എടുക്കുന്നു. എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടം വിട്ടുപോകാൻ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും പിന്മാറാൻ തയ്യാറാവാത്ത ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നത്. എന്റെ ഭാഗം തെളിയിക്കുന്ന തന്നെ രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ആരോപണങ്ങളൊക്കെ അതിനെ പറ്റിയുള്ള നിജസ്ഥിതി പുറത്തു വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടം പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ല. പാലക്കാട് തന്നെ MLA ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാലക്കാട് ഈ ഒരു ആരോപണം വന്നപ്പോഴും അറസ്റ്റ് ഉണ്ടായപ്പോഴും എല്ലാ സംഭവവും ഉണ്ടായപ്പോഴും അതിനുശേഷവും പാലക്കാട് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, പാലക്കാട് മാത്രമല്ല, ഇപ്പൊ കേരളത്തില് കോൺഗ്രസ് പുതിയ അധികാരത്തിൽ വന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു ആദ്യത്തെ കുറച്ച് ദിവസം നല്ല രീതിയിലുള്ള കയ്യടി നേടുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതിനുശേഷം കുറച്ച് ദിവസമായിട്ട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ട് ആദ്യം തന്നെ വന്നത് പ്രിയദർശിനി ബസ് സൗജന്യ യാത്ര നടപ്പിലാക്കിയപ്പോഴായിരുന്നു. അപ്പൊ അതിനെതിരെ LDF രംഗത്ത് വരുന്നു. ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഇത് വാഗ്ദാനങ്ങൾ പാലിച്ചില്ല, ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രം ഒതുക്കി, സിറ്റി ബസ്സിലില്ല, അങ്ങനെയുള്ള ആദ്യത്തെ ദിവസം തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീഡിയോ
ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റിന്റെ മേലെയുള്ള ഒരു വീഡിയോ. അതിനകത്ത് LDF ആരോപിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് പക്ഷേ എല്ലാവരും കാണുകയും ചെയ്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്, ഒരുപാട് റീച്ച് അതിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു, ഇപ്പോഴും ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ പാർട്ടി തിരികെ എടുക്കുന്ന കാര്യം പരിശോധിക്കുമെന്നൊക്കെയാണ് നേതാക്കളൊക്കെ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് എടുത്ത നിലപാട് എന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാടാണ്. കോൺഗ്രസ് എടുത്ത നിലപാടിനെ അംഗീകരിക്കുക തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയമില്ല. എന്നാൽ കൂടി ഒരു ആരോപണം, ഒരു സ്ത്രീ അല്ല ആരോപണവുമായി മുന്നോട്ട് വന്നത്, ഒന്നിലധികം സ്ത്രീകൾ ആരോപണവുമായി മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പോലും രാഹുലിനെ വിശ്വസിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഒരു വിഭാഗം ഇന്നും രാഹുലിന് വേണ്ടി, രാഹുലിനെ പാലക്കാട് MLA ആയിരുന്ന രാഹുലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഇന്നും പാലക്കാടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചാൽ മതി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടുന്ന പോസ്റ്റിന് നല്ല റീച്ചാണ്. ചില പോസ്റ്റുകളിന്റെ ഒക്കെ ലൈക്ക് തന്നെ 1 ലക്ഷത്തിന് പുറത്തേക്കാണ്. കമന്റ് ബോക്സ് നമ്മൾ എടുക്കുമ്പോൾ കുറെ സഖാക്കളെന്ന് എടുത്തു പറയാനുള്ള കാരണം അവരുടെ പ്രൊഫൈൽ കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരുപാട് പേർ വന്ന് പല മോശം കമന്റുകൾ ഇടുന്നുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര മോശം കമന്റുകൾ ഇട്ടാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വീഡിയോ ഇടുന്നുണ്ട്, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്കൊക്കെ ശേഷം ആദ്യം ഇന്റർവ്യൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പറയാന്ന് പറഞ്ഞാൽ വെറുതെ പറയല്ല, പുള്ളി ഓരോന്നിനും പ്രതിരോധിക്കുന്നത് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങളെ മുനയടിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള, അത് ആ പോസ്റ്റുകളൊക്കെ ഓരോന്നും എടുത്തു നോക്കിയാൽ ആ പ്രിയദർശിനി സംഭവത്തിൽ തന്നെ ഓരോ സംഭവങ്ങളും എടുത്തു പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു സംഭവം വന്നത് ജലപീരങ്കിയുടെ ആ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ ദേഹത്തേക്ക് പനിനീരല്ലല്ലോ കുടഞ്ഞത് പിണറായി വിജയൻ. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പല കാര്യങ്ങളിൽ വിയോജിപ്പും യോജിപ്പുമുണ്ട്. എനിക്ക് അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിൽ ഒരു വിയോജിപ്പുള്ള കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിച്ചതാണ് CPM-ന് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തുണ്ടായ ഒരു ദേഷ്യം. പക്ഷെ അതൊരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത വിളിയാണെന്ന് വിശ്വസിക്കുന്ന ആള് ഞാൻ. അതൊരിക്കലും ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് യുവാക്കൾക്ക് ഇഷ്ടം തോന്നാനുള്ള കാരണം പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിച്ചതാണ്. ഇപ്പോഴും പല പോസ്റ്റുകളിലും വിജയന്റെ പോലീസ് അന്ന് പനിനീരല്ലല്ലോ തളിച്ചത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ ശേഷം പിന്നെ പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ഹാഷ്മിക്കായിരുന്നു 24-ൽ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, പാർട്ടിക്ക് എന്നെ പുറത്താക്കാം, എന്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് വിഷമമുള്ളത് VD സതീശൻ എന്നോട് ചോദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇന്നും പാർട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്ന വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്നതും ലൈക്ക് ചെയ്യുന്നതിനും ഒരു വിഭാഗം എന്ന് പറയുന്നത് കോൺഗ്രസുകാർ. അപ്പൊ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയാലും കോൺഗ്രസുകാരുടെ മനസ്സിൽ നിന്ന് രാഹുലിനെ പുറത്താക്കാൻ അത്ര എളുപ്പമല്ല. അതെന്തുകൊണ്ട് അങ്ങനെ കോൺഗ്രസുകാർ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് അടിയിൽ കമന്റ് ഇടുന്നത്? കാരണം പുള്ളി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമാണ്, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അതായത് ഓരോ കോൺഗ്രസുകാർക്ക് ഇത് പ്രതിരോധത്തിലാകുമ്പോൾ ഇത് ഒരു മറുപടി ഇല്ലാതെ വരുമ്പോൾ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിന് ഇടുന്ന പോസ്റ്റുകൾ കൃത്യമായിട്ട് കോൺഗ്രസുകാർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് അത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു വിഭാഗം സ്ത്രീകൾ ഇന്നും വിശ്വസിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം വരുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കുന്ന ഒരു സമയത്താണ് ആരോപണം വരുന്നത്. ആരോപണം വരുമ്പോഴും ചാനലുകൾ, പരാതിയല്ല, പോലീസിന് പോകുന്ന പരാതികൾ, ഓഡിയോ ക്ലിപ്പുകളാണ് പുറത്തേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അപ്പൊ ഒരു ചാനൽ പറയുകയും ചെയ്തു ഇനിയും പരാതികൾ വരാനുണ്ട്. അപ്പൊ പരാതികൾ ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചത് എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടായിരിക്കും? അതുപോലെ തന്നെ അതേ അതിജീവിതമാർക്ക് വേണ്ടി സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി, PR കപ്പിൽ ചായ കുടിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പാർട്ടിയിൽ അതിജീവിതമാരുണ്ടായപ്പോൾ എടുത്ത നിലപാട് അതൊരു ഇരട്ടത്താപ്പ് നയമായിരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. പിന്നീട് തെരഞ്ഞെടുപ്പ് വലിയ ഒരു പരാജയം, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വലിയൊരു പരാജയം ഉണ്ടാവുകയും പിന്നീട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വേണ്ടത്ര രീതിയിൽ കത്തിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാത്തിനും അപ്പുറത്തേക്ക് ഇത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു വക സ്ത്രീകൾ ഇന്ന് വിശ്വസിക്കുന്നത് രാഹുൽ ഇത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ധൈര്യമായി പുറത്തേക്ക് ഇറങ്ങില്ല, അല്ലെങ്കിൽ ഇത്രയും ധൈര്യമായി കാര്യങ്ങൾ സംസാരിക്കില്ല. അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും കോൺഫിഡന്റ് ആയി സംസാരിക്കുന്നത് എന്നൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കും അറിയില്ല. കാര്യം ഇപ്പൊ അത് ആരോപണമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാര്യം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കാര്യമാണ്, അത് എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ പക്ഷെ രാഹുൽ ഇന്നും സജീവമാണ്. ഇനി രാഹുൽ നിരന്തരം കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പൊ രാഹുൽ തിരിച്ച് കോൺഗ്രസിലേക്ക് വരുമോ? എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ആളുകളും
തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ രാഹുലിനെ പോയി കാണുന്നവരുണ്ട്, രാഹുലുമായി സംസാരിക്കുന്നവരുണ്ട്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. കാര്യം പല ആളുകൾക്കും കോൺഗ്രസ്സുകാർക്ക് രാഹുലുമായി ഇന്നും വ്യക്തമായ ബന്ധം സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കോൺഗ്രസിലേക്കുള്ള തിരികെ വരവ് അത്ര എളുപ്പമാണെന്നൊരു വിശ്വാസം എനിക്കില്ല. എന്നാൽ തിരികെ വരവ് അത്രത്തോളം, അല്ലെങ്കിൽ ഒരിക്കലും തിരികെ വരാൻ കഴിയാത്ത അത്ര ദൂരം കോൺഗ്രസും രാഹുലും തമ്മിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല. കാര്യം രാഹുൽ ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാതെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാതെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ കോൺഗ്രസിലേക്ക് ഒരു തിരികെ വരവ് എളുപ്പമായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. രാഹുൽ എല്ലാ വിഷയങ്ങളിലും സജീവമായി തന്നെ സംസാരിക്കുന്നുണ്ട്. പല നേതാക്കളുമായും രാഹുൽ ഇപ്പോഴും വ്യക്തിബന്ധം പുലർത്തുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ രാഹുലിന് കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകമാകാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും മുതിർന്ന നേതാക്കൾ രാഹുലിനെ ഒരു മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ പറയുന്നതിനോടോ അല്ലെങ്കിൽ എന്ന് ശ്രദ്ധിക്കുന്നേ ഇല്ല. പക്ഷെ വി ഡി സതീശനെതിരായ എന്തെങ്കിലും വിമർശനം ഉണ്ടാകുമ്പോഴും ചെന്നിത്തലയ്ക്കാണ്, അതായത് മുതിർന്ന നേതാക്കൾക്ക് ആർക്കെതിരായും എന്തെങ്കിലും ഒരു വിമർശനം എതിർഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വരുന്നത്. അതിന്റെ അകത്ത് എടുത്തു പറയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ഡി സതീശൻ കൊണ്ടുവന്ന, അല്ലെങ്കിൽ വി ഡി സതീശൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വി ഡി സതീശൻ ചേർത്ത് പിടിച്ച ആളാണ്. ഒരു സാഹചര്യത്തിൽ വി ഡി സതീശനെ തള്ളിക്കളയേണ്ട സാഹചര്യം വന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ആദ്യം മുതലെടുത്ത നിലപാട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പരിപാടിയിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ കൊടുക്കാൻ പോയപ്പോ മുഖം തിരിച്ചു പോയി. അത്തരം മുതിർന്ന നേതാക്കളെയൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരിച്ചൊരു വരവുണ്ടാകുക എന്നൊരു ചോദ്യമുണ്ട് കോൺഗ്രസിലേക്ക്. പക്ഷെ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന് ഉറച്ച ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചെടുക്കുമെന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ എത്ര കാലമെടുക്കും? കോടതിയാണ്, കേസാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇപ്പൊ കേസുകളും അല്ലെങ്കിൽ അതിജീവിതന്മാർ മോശമായിട്ടൊരു അനുഭവം ഉണ്ടാവുകയും വയറ്റിൽ വെച്ച് തന്നെ നശിപ്പിച്ച കുട്ടിക്ക് പേരിട്ട അതിജീവിതന്മാർ വരെ ഉള്ള സംസ്ഥാനം അല്ലെങ്കിൽ ഉള്ള നാടാണ്, അവരെന്തുകൊണ്ട് ഇപ്പോഴും കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. അപ്പൊ അവരുടെ ആവശ്യം, സാധാരണക്കാരായ ഒരു വിഭാഗം ഇപ്പോഴും ചോദിക്കുന്നത്, അവരുടെ ആവശ്യം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു എന്നാണ്. നമുക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ അതായിരുന്നു ഇവർക്ക് വേണ്ടതെന്നാണ് ചിന്തിക്കാൻ പറ്റുന്നത്. കാര്യം പിന്നീട് കേസുമായി പോകുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 10 പേരുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും കേസുമായി മുന്നോട്ട് പോകാമല്ലോ. തിരുത്താൻ, പിന്നെ വേറൊരാൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, തിരുത്താൻ വേണ്ടിയാണ്, രാഹുൽ തിരുത്താൻ വേണ്ടിയാണ്. ഇപ്പൊ രാഹുലിന്റെ തിരുത്താൻ വേണ്ടിയല്ല, രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തിരുത്താൻ വേണ്ടി മാത്രമായിരുന്നു ഇതൊക്കെ.